ദൈവത്തിൻ്റെ ദാസനായ മോശ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് അമ്മി കൊണ്ടുപോവുകയാണ്. ആ യാത്രയിൽ മോശ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമാണ്, കർത്താവേ, തിരുസാന്നിധ്യം എൻ്റെ കൂടെ പോരണം. നിങ്ങൾക്കറിയാം, ഇസ്രായേൽ മക്കൾ മോശ പർവ്വത മുകളിൽ കയറി ചെന്ന് അഗ്നിപ്രമാണമായ ദൈവത്തിൻ്റെ പ്രമാണം ദൈവം അവിടെ എഴുതി കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വരാൻ ഇച്ചിരി ലേറ്റായപ്പം ജനമെല്ലാം കാതുകളിലെ കുണുക്കും കഴുത്തുകളിലെ ആഭരണങ്ങൾ ഊരിക്കൊടുത്തിട്ട് പറഞ്ഞു, അഹരോനോട് പറഞ്ഞു, ഞങ്ങൾക്ക് മുമ്പിൽ നടക്കാൻ ഒരു ദൈവത്തെ ഉണ്ടാക്കിത്ത. അഹരോൻ എന്ത് ചെയ്തെന്നറിയാമോ? ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തു. ദൈവം മോശയോട് പറഞ്ഞ്, ഇറങ്ങിച്ചല്ലേ, എന്നെ ആരാധിക്കേണ്ട ജനം ഭയങ്കര കുഴപ്പമുണ്ടാക്കിയേക്കുക. അങ്ങനെ മോശ ഇറങ്ങി വരുമ്പം മോശ പറയുക, ഇത് ജയത്തിൻ്റെ ഘോഷവുമല്ല, പരാജയത്തിൻ്റെ ഘോഷവുമല്ല, എന്തോ ഒരു ഗാനപ്രതിഗാനം. മോശ ഇറങ്ങി വന്നപ്പം ദൈവമേ ദൈവമേ എന്ന് വിളിച്ചവരെല്ലാം കൂടെ ഒരു കാളക്കുട്ടിയെ പൊക്കി പിടിച്ചുകൊണ്ട് ആർപ്പ് വിളിച്ചുകൊണ്ടിരിക്കുക. ചുരുക്കി ഞാൻ പറയാം, മോശ അടിച്ച് പൊടിച്ച് വെള്ളത്തി വെതറി ഇത് ചെയ്തവരെയെല്ലാം കുടിപ്പിച്ചു. പിന്നെ താഴോട്ട് വായിക്കുമ്പം അവിടം തൊട്ട് ഇസ്രായേൽ മക്കൾ ആഭരണം തടിച്ചില്ല എന്നാണ് ആ അധ്യായത്തിൽ കാണുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, സ്തോത്രം, അരുതാത്തതിൻ്റെ ചിത്രങ്ങളായിരുന്നു അവരുടെ ആഭരണങ്ങളിലെല്ലാം, വിഗ്രഹങ്ങളായിരുന്നു. അതുകൊണ്ട് ഇനിയും ഇത് വേണ്ട, കണ്ണിൽ കണ്ടത് നിങ്ങൾ ഉണ്ടാക്കുമെന്നറിഞ്ഞുകൊണ്ട്, സ്തോത്രം, അവിടെ വച്ച് ഇസ്രായേൽ മക്കൾ ആഭരണം ധരിക്കുന്ന സിസ്റ്റം വിട്ടു. ദൈവം പറഞ്ഞു, ഈ ദുശാഠ്യമുള്ള ജനത്തിൻ്റെ നടുവിൽ എനിക്ക് വസിക്കാൻ പറ്റത്തില്ല. ഞാൻ വസിക്കണമെങ്കിൽ നിങ്ങൾ അവിടുന്ന് എനിക്ക് വസിക്കാൻ ഒരു കൂടാരം ഉണ്ടാക്കണം. പാളയത്ത് നിന്ന് മാറി മറ്റൊരു കൂടാരം ഉണ്ടാക്കി. ആ കൂടാരത്തിൻ്റെ പേരാ സമാഗമന കൂടാരം. ഒരു ദിവസം ഇസ്രായേൽ മക്കളെല്ലാം നോക്കി നിൽക്കുമ്പോൾ ഒരു കാഴ്ചയുണ്ടായി. ദൈവത്തിൻ്റെ തേജസ് സമാഗമന കൂടാരത്തിൻ്റെ മേൽ ഇറങ്ങി നിൽക്കുക. ശ്രദ്ധിക്കണം, ഇന്ന് ആരാധനകളിൽ ദൈവസാന്നിധ്യം വെളിപ്പെട്ടാൽ അക്ഷരീക കണ്ണുകൊണ്ട് കാണത്തില്ല, പക്ഷേ ആത്മീക കണ്ണുകൊണ്ട് കാണാം. എന്നാൽ അന്ന് ദൈവ തേജസ് ഇറങ്ങിയാൽ അക്ഷരീക കണ്ണുകൊണ്ട് അത് കാണാറ്. ഞാൻ ഈ മെസ്സേജ് തുടങ്ങുമ്പോൾ തന്നെ ഒരു ദൂത് പറയാം. നിങ്ങൾ കൊട്ടാരത്തിലാകാം, കുടിലിലാകാം പാർപ്പ്, സ്വന്തം വീട്ടിലാകാം, റെന്റഡ് ഹൗസിലാകാം പാർപ്പ്, എവിടെ പാർത്താലും ദൈവസാന്നിധ്യം ആര് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ അവരാണ് ഈ ഭൂമിയിൽ ഏറ്റവും ബ്ലെസ്ഡായ വ്യക്തി. ആമേൻ, സ്തോത്രം. ശ്രദ്ധിക്കണം, ഇസ്രായേൽ മക്കൾ കാണുക, ദൈവത്തിൻ്റെ മേഘം സമാഗമന കൂടാരത്തിൻ്റെ മേൽ ഇറങ്ങി നിൽക്കുക. ജനമെല്ലാം അവരവരുടെ കൂടാരവാതിക്കൽ നിന്ന്, സ്തോത്രം, ആ കൂടാരത്തിനകത്തിറങ്ങുന്ന തേജസ് കാണുക. മോശ ജനം നോക്കി നിൽക്കെ ദൈവസാന്നിധ്യത്താൽ പൊതിയപ്പെട്ട കൂടാരത്തിനകത്തേക്ക് മോശ കയറുക. അവിടെ വായിക്കുന്ന ഭാഗം, ജനം കണ്ടു, സ്തോത്രം, ദൈവസാന്നിധ്യം മൂടപ്പെട്ട ആ കൂടാരത്തിൽ ഒരു സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ മോശയോട് ദൈവം സംസാരിക്കുന്നു.